എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിന്ദു രാജേഷ്. ഇന്നത്തെ വീഡിയോ വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. നമ്മൾ ഒത്തിരി സീരിയസ് വീഡിയോസൊക്കെ കാണുന്നുണ്ടാകും. അതിൻ്റെയൊക്കെ ഇടയിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി ചുമ്മാ ഇത്തിരി പൊട്ടത്തരം പറയുന്നു, അത്രേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളിൽ പലർക്കും എൻ്റെ തലമണ്ട തല്ലിപ്പൊട്ടിക്കണം എന്നൊക്കെ തോന്നാം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തതാണ്. ഇനി ഇതൊരു സാങ്കല്പിക കഥയാണ്, മൊത്തം സങ്കല്പമാണ്. അതായത് ഒരാൾ എന്നോട് 2 കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ അയാൾക്ക് 2 ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നു. എന്നോടൊക്കെ വന്ന ആരാണ് ഈ ടിപ്സ് ചോദിക്കണേ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ സങ്കല്പത്തിൽ നമുക്ക് എന്തും ആവാമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത 2 ടിപ്സാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത്, ഈ പലരെയും വിഷമിപ്പിക്കുന്ന ഒരു സംഗതിയാണ് വയറ് ചാടുക എന്നുള്ളത്. ഈ വയറിന് ഏറ്റവും ഇഷ്ടമുള്ള സ്പോർട്സ് ഐറ്റം ചാട്ടമാണ്. വയറ് ഓടി അല്ലെങ്കിൽ വയറ് നടന്നു, വയറ് കടന്നു എന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ, അല്ലേ? വയറിന് ചാട്ടം മാത്രമേ ഉള്ളൂ. ഈ വയറ് ചാട് അല്ലെങ്കിൽ കുടവയറ്, ഇത് പലരെയും വിഷമിപ്പിക്കും. ഇത് കുറയ്ക്കണം എന്നുള്ള ഇത് ജിമ്മിലൊക്കെ പോയി കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ എക്സസൈസൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും തലകുത്തിന്നും കിടന്നും ഇരുന്നും ഒക്കെ കസർത്ത് കാണിച്ച് പട്ടിണി കിടന്നും അങ്ങനെയൊന്നും കഷ്ടപ്പെടാതെ എൻ്റെ വയറ് കുറഞ്ഞല്ലോ എന്ന് ഒന്ന് സന്തോഷിക്കാനുള്ള ഒരു ടിപ്പ് അതാണ്. അതായത് നമ്മളിലും കുടവയറുള്ള ഒരാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. എന്നിട്ട് ആ ഫോട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വയറ് കുറവാണല്ലോ എന്ന് തോന്നില്ലേ? അപ്പോൾ ഒരു സന്തോഷം തോന്നില്ലേ? ഇത് അത്രയേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്താൽ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പരിച പോലത്തെ കമ്മലൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തേത്, ഈ കുടവയറ് പോലെ തന്നെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. ചിലർക്കൊക്കെ ഇങ്ങനെ പൊക്കം കുറവാണല്ലോ എന്നൊരു സങ്കടം ഉണ്ടാവും. ഇപ്പോൾ എന്നെപ്പോലെ പൊക്കം കുറഞ്ഞവരൊക്കെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൂളായിട്ടൊക്കെ നടക്കും. പക്ഷെ ചിലർക്കൊക്കെ ഇങ്ങനെ അയ്യോ എനിക്ക് കുറച്ചുകൂടി ഒന്ന് പൊങ്ങണം എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ടിപ്പാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പറയാൻ പോണത് നമ്മളേലും പൊക്കം കുറഞ്ഞ ആരുടെയെങ്കിലും കൂടെ പോയി നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അത് നോക്കിയിട്ട് കണ്ട് സന്തോഷിക്കുമെന്നാണ്, അല്ലേ? അല്ല കേട്ടോ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? അതായത് നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഭാര്യ, ഭർത്താവ്, മക്കൾ ആരെങ്കിലുമൊക്കെ ആവട്ടെ, അവർക്കൊക്കെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പാപ്പൊക്കെ മേടിച്ച് കൊടുത്തിട്ട് അവരെ കൊണ്ട് നമ്മളെ ഇങ്ങനെ പുകഴ്ത്തിപ്പിക്കാം. അപ്പോൾ ഇവരെല്ലാവരും നമ്മളിങ്ങനെ കുറേ പുകഴ്ത്തുമ്പോൾ നമ്മൾ പൊങ്ങും, ഇല്ലേ? അപ്പോൾ പൊങ്ങില്ലേ? ഇത്രേ ഉള്ളൂ. ഇനി ചെരുപ്പ്, ചീമൊട്ട, പറക്കല്ല്, ഇതൊന്നും എടുത്ത് വലിച്ചെറിയരുത്. നിങ്ങളുടെ തന്നെ ഫോണാണ് ഫ്രണ്ടിലിരിക്കുന്നത്, അതുകൊണ്ട് ജാഗ്രത. ഇനിയും ഇതുപോലെ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇതുപോലെ ടിപ്സുകളുമൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും വിട പറയുന്നു. ആര്? പറവൂരയ പാവൻകുട്ടി.